അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന് സാരമായ കേടുപാടുകൾ ഉള്ളതായി റിപ്പോർട്ട്. വിവരങ്ങൾ വീണ്ടെടുക്കാൻ ബ്ലാക്ക് ബോക്സ് അമേരിക്കയിലേക്ക് അയച്ചേക്കും. വിമാനത്തിന് ലണ്ടനിലേക്ക് പറക്കുന്നതുവരെ സാങ്കേതിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എയർ ഇന്ത്യ CEO വ്യക്തമാക്കി. അതേസമയം അപകടത്തിൽപ്പെട്ട് മരിച്ച 2 പേരുടെ DNA ഫലം കൂടി ഇന്ന് പുറത്തു വന്നു. നിർണായക വിവരമടങ്ങുന്ന ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിനാണ് സാരമായ കേടുപാട് സംഭവിച്ചത്. തദ്ദേശീയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിവരങ്ങൾ വീണ്ടെടുക്കാൻ സാധിക്കില്ല. അമേരിക്കയിലെ നാഷണൽ സേഫ്റ്റി ട്രാൻസ്പോർട്ട് ബോർഡിന്റെ ലബോറട്ടറിയിലേക്കാകും ബ്ലാക്ക് ബോക്സ് അയക്കുക. DGCA ആണ് അന്തിമ തീരുമാനമെടുക്കുക. ലണ്ടനിലേക്ക് പറക്കുന്നതുവരെ വിമാനത്തിന് തകരാറുണ്ടായിരുന്നില്ലെന്ന് എയർ ഇന്ത്യ CEO ക്യാമ്പൽ വിൽസൺ പറഞ്ഞു. ജീവനക്കാർക്ക് അയച്ച കത്തിലാണ് വിമാനത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ വ്യക്തമാക്കിയത്. അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ 2 എഞ്ചിനുകളിലും തകരാറുണ്ടായിരുന്നില്ലെന്ന് ടാറ്റാ സൺസ് ചെയർമാൻ N ചന്ദ്രശേഖരനും ആവർത്തിച്ചു. ദുരന്തത്തിൽ മരിച്ചവരുടെ DNA പരിശോധന പുരോഗമിക്കുകയാണ്. 210 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞു. ഇതിൽ 187 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. അപകടത്തിൽ കൊല്ലപ്പെട്ട മലയാളി രഞ്ജിത നായരുടെ DNA ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ തുടരുകയാണ്. 24 ഡൽഹി.